നമസ്കാരം. ശക്തിബോധി ഗുരുകുലം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ശക്തിബോധി സംസ്ഥാപക ഗുരുനാഥൻ മഹർഷി മഹാകവി ഗുരുശ്രീ കൃഷ്ണകുമാർജിയെ സാദരം സ്മരിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ വിഷയം എന്താണ് എന്ന് ചോദിച്ചാൽ അംബേദ്കർ 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 എന്നുള്ളതാണ്. അംബേദ്കർ 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 എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ പ്രവേശനം ലഭിക്കില്ല എന്നും ജയ് ശ്രീറാം ജയ് ശ്രീറാം ജയ് ശ്രീറാം എന്ന് വിളിച്ചാലേ സ്വർഗത്തിൽ പ്രവേശനം ലഭിക്കൂ എന്നും ധ്വനി വരുന്ന തരത്തിൽ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീമാൻ അമിത് ഷാ പാർലമെൻ്ററി പ്രസംഗത്തിനിടയിൽ ചില പരാമർശങ്ങൾ നടത്തുകയുണ്ടായി. അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. അംബേദ്കറുടെ കൃതികൾ ഏകദേശം 40 വോള്യങ്ങളിലായി പടർന്നു കിടക്കുന്നു. ആ 40 വോള്യങ്ങളിൽ ചില സർവേ കണക്കുകളും മറ്റും എടുത്തെടുത്ത് കാണിച്ചുകൊണ്ടുള്ള ഒരു പരമ്പരയാണ്, പുസ്തക പരമ്പരയാണ്. അതിൽ ആ നിലയിൽ ഒരു 3-4 വോള്യങ്ങൾ നമുക്ക് ഒഴിവാക്കി കളയാം. സർവേ കണക്കുകൾ അപ്രധാനമാണ് എന്നല്ല, പക്ഷേ ആശയങ്ങളെ സംബന്ധിച്ച് അത് സുപ്രധാനമല്ല എന്ന് മാത്രമാണ് വിവക്ഷ. പക്ഷെ ബാക്കി വരുന്ന ഏകദേശം 35-ൽ പരം വോള്യങ്ങളിലായിട്ടാണ് അംബേദ്കറുടെ ആശയലോകം പടർന്ന് പന്തലിച്ച് ആഴത്തിലും പരപ്പിലും കിടക്കുന്നത്. അതിലൂടെയൊക്കെ കടന്നു പോകാൻ കഴിഞ്ഞിട്ടുള്ള ഒരു എളിയ സത്യാന്വേഷകനാണ് ഞാൻ. അത് നിങ്ങൾക്കിപ്പോൾ എൻ്റെ കയ്യിലുള്ള പുസ്തകങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും. ഇനി പരിശോധിക്കേണ്ടവർക്ക് ഇവിടെ വന്ന് പരിശോധിക്കാം. ഈ പുസ്തകങ്ങളിലൊക്കെ ഞാൻ വായിച്ച് മാർക്ക് ചെയ്ത് ഓരോരോ കുറിപ്പുകൾ അതിൻ്റെ സൈഡിൽ എഴുതി വച്ചിട്ടുണ്ട്. പുസ്തകം ചീത്തയാക്കുന്ന പരിപാടിയാണ്, പക്ഷേ ഒരു ചിന്തയ്ക്ക് അത് സഹായകമാണ് എന്നുള്ളത് കൊണ്ട് അങ്ങനെ ചെയ്ത് വായിക്കുന്ന ഒരാളാണ് ഞാൻ. എന്താണ് അംബേദ്കറുടെ ആശയലോകത്തിൻ്റെ പ്രത്യേകത? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും ആധുനികനായ ഒരു ഇന്ത്യൻ പൗരനാണ്, അല്ലെങ്കിൽ പൗരമാനവനാണ് അംബേദ്കർ എന്നുള്ളതാണ് ശരി. നെഹ്റുവാണ് പിന്നീട് അംബേദ്കറോട് കിടപിടിക്കാവുന്ന നിലയിൽ നിൽക്കുന്ന മറ്റൊരു വ്യക്തിത്വം. പക്ഷേ നെഹ്റുവിന് പോലും ചില പ്രശ്നങ്ങളുണ്ട്. കാരണം നെഹ്റു മാംസം കഴിക്കുന്നതിൽ വിരോധമില്ലാത്ത കാശ്മീരി ബ്രാഹ്മണ കുലത്തിൽ ജനിച്ച ആളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ചാതുർവർണ്ണ്യം ഒരു അനൂന്യമായ വ്യവസ്ഥിതി അല്ലെങ്കിലും അത് അടിമത്തത്തേക്കാൾ ഭേദമാണ് എന്നൊക്കെയുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ഇന്ത്യയെ കണ്ടെത്തൽ എന്ന് പറയുന്ന പുസ്തകത്തിൽ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അതായത് ഇന്ത്യയുടെ പാരമ്പര്യത്തോടുള്ള സമീപനത്തിൽ പലപ്പോഴും യാഥാസ്ഥിതികം എന്ന് തോന്നാവുന്ന സമീപനങ്ങൾ ഗാന്ധിജിയുടെ ശിഷ്യൻ കൂടിയായിരുന്നു ഉന്നത കുലജാതനായ നെഹ്റു എന്നതുകൊണ്ട് തന്നെ പുലർത്തേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ അംബേദ്കറിൽ നിന്നാണ് ആർഷ ഭാരത സംസ്കാര പാരമ്പര്യം, അതിൻ്റെ പ്രത്യയശാസ്ത്രം അഥവാ ഉപനിഷത്ത് മുതൽ ചാതുർവർണ്ണ്യ ധർമ്മ വ്യവസ്ഥ വരെയുള്ള ഇന്ത്യയുടെ എല്ലാ പാരമ്പര്യ ഘടകങ്ങളും നിശിതമായ വിമർശനത്തിന് വിധേയമായിട്ടുള്ളത്. ആ വിമർശനത്തിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ട് ആധുനിക ജനാധിപത്യ സമൂഹമായി രൂപാന്തരപ്പെടുവാൻ ഇന്ത്യയിലെ ജനങ്ങൾക്ക് എന്നാണ് എൻ്റെ അഭിപ്രായവും, അഥവാ ശക്തിബോധി ഗുരുകുലത്തിൻ്റെ അഭിപ്രായം അതാണ്. അതുകൊണ്ട് അംബേദ്കർ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ വേണം ആധുനിക മതേതര ജനാധിപത്യ വ്യവസ്ഥ സംരക്ഷിക്കാനുള്ള ഊർജം സംഭരിക്കാൻ എന്നാണ് പറയാനുള്ളത്. ഇത് അമിത്ഷായ്ക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല. കാരണം അദ്ദേഹം ആർഷഭാരത സംസ്കാര പാരമ്പര്യത്തിൻ്റെ പ്രതിനിധിയാണ്, ചാതുർവർണ്ണ്യ വ്യവസ്ഥയുടെ പ്രതിനിധിയാണ്. ചാതുർവർണ്ണ്യ വ്യവസ്ഥയെ നിഷേധിച്ചുകൊണ്ട്
ആർക്കെങ്കിലും ആർഷഭാരത പാരമ്പര്യത്തിൻ്റെ വക്താവോ പ്രയോക്താവോ ആകാൻ സാധിക്കുമോ എന്ന് അമിത്ഷായെ പിന്താങ്ങുന്ന സന്യാസിവര്യന്മാർ ഉൾപ്പെടെയുള്ള ആളുകളും ഒന്ന് വ്യക്തമാക്കിയാൽ കൊള്ളാം. അംബേദ്കറുടെ വിമർശനം ആർഷഭാരത സംസ്കാരത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും കടന്നു കയറുന്നതാണ് എന്നുള്ളത് ഞാൻ സൂചിപ്പിച്ച് കഴിഞ്ഞു. പക്ഷെ അതിനർത്ഥം അംബേദ്കർ ഇന്ത്യയുടെ പാരമ്പര്യത്തിൽ നിന്ന് യാതൊന്നും സ്വാംശീകരിക്കാൻ തയ്യാറല്ലായിരുന്നു എന്നല്ല. ഇന്ത്യയുടെ പാരമ്പര്യത്തിൽ നിന്ന് അംബേദ്കർ വളരെ ആദരവോടുകൂടി സ്വാംശീകരിച്ചിട്ടുള്ളത് ശ്രീബുദ്ധനെയും അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തെയും പ്രത്യയശാസ്ത്രത്തെയുമാണ്. എന്തുകൊണ്ട് ശ്രീബുദ്ധൻ എന്നുള്ള ചോദ്യത്തിന് മാർക്സും ബുദ്ധനും എന്ന പുസ്തകത്തിൽ, അതുപോലെ തന്നെ ബുദ്ധമതം സ്വീകരിച്ചുകൊണ്ട് അംബേദ്കർ അദ്ദേഹത്തിൻ്റെ 1,00,000 അനുയായികളോടുകൂടി ബുദ്ധമതം സ്വീകരിച്ചു. ആ ബുദ്ധമതം സ്വീകരിക്കുന്ന ഘട്ടത്തിൽ അംബേദ്കർ നടത്തിയ പ്രസംഗങ്ങളുമൊക്കെ വളരെ വ്യക്തമായിട്ട് എന്തുകൊണ്ട് ബുദ്ധനെ സ്വീകരിച്ചു എന്നതിന് മറുപടിയായിട്ട് അദ്ദേഹം തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. സൗകര്യമുള്ളവർ അതൊന്ന് വായിച്ചു നോക്കുക. അതുപോലെ ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത എപ്പോഴെങ്കിലും ഉള്ളൊരു വീഡിയോയിൽ നമുക്കതിനെപ്പറ്റി വിശദമായിട്ട് ചർച്ച ചെയ്യാം, ചിന്തന നടത്താം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ബുദ്ധനെ അംബേദ്കർ സ്വാംശീകരിച്ചു. പക്ഷേ മറ്റതൊന്നിനും, ഉപനിഷത്തിനെ പോലും ഒരു പരിധി വരെയല്ലാതെ അംബേദ്കർ അംഗീകരിക്കുന്നില്ല. ചില പരിധികളിൽ അംഗീകരിക്കുന്നുമുണ്ട്, അത് വേറെ വിഷയമാണ്. പിന്നെ അംബേദ്കർ ഇന്ത്യയുടെ പാരമ്പര്യത്തിൽ നിന്ന് എന്താണ് സ്വാംശീകരിച്ചു? ഒന്നും സ്വാംശീകരിച്ചില്ല. ഇനി മറ്റേതെങ്കിലും മതപാരമ്പര്യത്തിൽ നിന്ന് അംബേദ്കർ എന്തെങ്കിലും സ്വാംശീകരിച്ചുവോ? ഇല്ല. അദ്ദേഹത്തിന് ക്രിസ്ത്യാനിയാകാൻ തോന്നിയില്ല, ഇസ്ലാമാകാൻ തോന്നിയില്ല. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി തീറ്റിപ്പോറ്റി വളർത്തുന്ന ചില ആളുകൾ അസവർണർക്ക് നല്ലത് ഇസ്ലാം എന്നൊക്കെ തുടങ്ങിയ അഭിപ്രായമുള്ള അംബേദ്കറിസ്റ്റ് മുസ്ലിങ്ങളെ ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ അംബേദ്കറിസ്റ്റ് മുസ്ലിം എന്ന് പറയുന്ന പ്രയോഗം തന്നെ അംബേദ്കർ വിരുദ്ധമാണ്. കാരണം അതിനുള്ള കാരണം ഞാൻ വെറുതെ പറയുന്നതല്ല. ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പുസ്തകമാണ് അംബേദ്കറുടെ സമ്പൂർണ്ണ കൃതികളിൽ വരുന്ന 15ാമത്തെ വോള്യം, അഥവാ പാകിസ്ഥാൻ അഥവാ ഇന്ത്യ വിഭജനം. ജമാഅത്തെ ഇസ്ലാമിയോ അവർ തീറ്റിപ്പോറ്റി വളർത്തുന്ന അംബേദ്കറിസ്റ്റ് മുസ്ലിങ്ങളോ അവർക്ക് പിന്നണി പാടുന്ന ഏതെങ്കിലും ദളിത് ആക്ടിവിസ്റ്റോ, സണ്ണിയം കബിക്കാടിനെ പോലുള്ള ഏതെങ്കിലും ദളിത് ആക്ടിവിസ്റ്റോ പാകിസ്ഥാൻ അഥവാ ഇന്ത്യ വിഭജനം എന്ന് പറയുന്ന പുസ്തകത്തെക്കുറിച്ച് ചർച്ച നടത്തുന്നത് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? കേൾക്കാൻ പറ്റില്ല. കാരണം അതിൽ അദ്ദേഹം പറയുന്നത്, അംബേദ്കർ വസ്തുതകൾ നിരത്തി സ്ഥാപിക്കുന്നത്, ഹിന്ദു മഹാസഭ ഏതുപോലെ അപകടകരമാണോ അതുപോലെ തന്നെയാണ് ഇസ്ലാമിക രാഷ്ട്രവാദവും എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന് ഇസ്ലാമിക രാഷ്ട്രവാദത്തോട് ഒരു നിലയ്ക്കും യോജിക്കാൻ കഴിയില്ലായിരുന്നു, ഹിന്ദു രാഷ്ട്രവാദത്തോട് യോജിക്കാൻ കഴിയാത്തത് പോലെ തന്നെ. അതുപോലെ അംബേദ്കർ ഗാന്ധിജിയെ വിമർശിച്ചിട്ടുണ്ട്, നിശിതമായിട്ട് വിമർശിച്ചിട്ടുണ്ട്. അതുപോലെ നെഹ്റുവിനെയും നെഹ്റുവിൻ്റെ ഗവൺമെൻറ്റിനെയും നെഹ്റു പ്രതിനിധാനം ചെയ്യുന്ന കോൺഗ്രസിനെയും ഒക്കെ വിമർശിച്ചിട്ടുണ്ട്. അംബേദ്കർ എല്ലാവരെയും വിമർശിച്ചിട്ടുണ്ട്. പക്ഷെ ആ വിമർശനത്തിൻ്റെയൊക്കെ പിന്നിൽ ആധുനിക ജനാധിപത്യ മതേതര ഭാരതം സമത്വത്തിലേക്ക് മുന്നേറുന്ന മാനവരുടെ ഭാരതമാകണം എന്ന് പറയുന്ന വലിയൊരു ഉൾക്കാഴ്ചയുണ്ടായിരുന്നു. ആ ഉൾക്കാഴ്ചയുടെ പ്രായോഗികതയ്ക്ക് വേണ്ടി അദ്ദേഹം റാം മനോഹർ ലോഹ്യയും തന്തൈ പെരിയാറും ഒക്കെ കൂടി ചേർന്ന്, ഇവരെല്ലാവരുമായി കൂടി ചേർന്ന് ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരുന്ന കാലഘട്ടത്തിലാണ് ആകസ്മികമായിട്ട് ഡോക്ടർ അംബേദ്കറുടെ പരിനിർവാണം, ദേഹവിയോഗം സംഭവിക്കുന്നത്. അത് ഇന്ത്യയുടെ ജനാധിപത്യത്തിന് വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയത്. ഈ അംബേദ്കർ കമ്മ്യൂണിസ്റ്റുകളെ വിമർശിച്ചിരുന്നു എന്ന കാര്യം BJP-ക്കാർ പറയും, ജമാഅത്തെ ഇസ്ലാമിക്കാർ പറയും, അതുപോലെ കോൺഗ്രസ്സുകാരും പറയും. പക്ഷേ കോൺഗ്രസ്സിനെയും ഗാന്ധിജിയെയും നെഹ്റുവിനെയും അതുപോലെ തന്നെ ഇസ്ലാമിക രാഷ്ട്രവാദത്തിനെയും ഹിന്ദു രാഷ്ട്രവാദത്തിനെയും അംബേദ്കർ വിമർശിച്ച അത്ര
കമ്മ്യൂണിസ്റ്റുകളെയും സോഷ്യലിസ്റ്റുകളെയും ഒന്നും അംബേദ്കർ വിമർശിച്ചിട്ടില്ല. അദ്ദേഹത്തിന് കൃത്യമായിട്ട് തൊഴിലാളി വർഗ രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച ഉണ്ടായിരുന്നു. 18-ാം വോള്യം, അംബേദ്കറുടെ 18-ാം വോള്യം, സമ്പൂർണ്ണ കൃതികളിലെ 18-ാം വോള്യത്തിൽ നിങ്ങൾക്കത് വായിക്കാം. ഞാൻ ചില ഭാഗങ്ങളൊന്ന് വായിച്ചു തരാം. സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള തൊഴിലാളികളുടെ ധാരണയാണ് പുതിയത്. സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള തൊഴിലാളികളുടെ ധാരണ നിയന്ത്രണത്തിൻ്റെ അഭാവത്തിൻ്റെ വെറും വിപരീത ധാരണയല്ല. തൊഴിലാളികളുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ധാരണ വോട്ട് ചെയ്യാനുള്ള ജനങ്ങളുടെ അവകാശത്തിൻ്റെ വെറും അംഗീകാരത്തിൽ ഒതുങ്ങി നിൽക്കുന്നതുമല്ല. തൊഴിലാളികളുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ധാരണ വളരെ വസ്തുനിഷ്ഠമാണ്. ജനങ്ങളാൽ നടത്തപ്പെടുന്ന ഗവൺമെൻറ് എന്ന ആശയം അതിൽ അന്തർഭവിച്ചിരിക്കുന്നു. തൊഴിലാളികൾ സമത്വം ആവശ്യപ്പെടുന്നു. സമത്വം എന്നതുകൊണ്ട് തൊഴിലാളികൾ അർത്ഥമാക്കുന്നത് നിയമത്തിലും സിവിൽ സർവീസിലും സൈന്യത്തിലും നികുതിയിലും വാണിജ്യത്തിലും വ്യവസായത്തിലും നിലനിൽക്കുന്ന എല്ലാ തരം പ്രത്യേക അവകാശങ്ങളുടെയും റദ്ദാക്കലാണ്. വാസ്തവത്തിൽ അസമത്വത്തിലേക്ക് നയിക്കുന്ന എല്ലാ പ്രക്രിയകളുടെയും റദ്ദാക്കൽ. വളരെ കൃത്യമായിട്ട് അംബേദ്കർ 18-ാം വാള്യത്തിൽ 38-39 പേജുകളിൽ പറയുന്ന ആശയമാണ്. തൊഴിലാളികളാണ് നവലോക നിർമ്മിതിയുടെ ചാലകശക്തി എന്ന കാര്യത്തിൽ, തൊഴിലാളി വർഗമാണ് നവഭാരത നിർമ്മിതിയുടെ പ്രധാനപ്പെട്ട ചാലകശക്തിയാകേണ്ടത് എന്ന കാര്യത്തിൽ കാറൽ മാർക്സിൻ്റെ ഒപ്പം തന്നെ ശബ്ദം പുറപ്പെടുവിക്കാൻ ശേഷിയുണ്ടായിരുന്ന ഇന്ത്യയുടെ കാറൽ മാർക്സാണ് ഡോക്ടർ അംബേദ്കർ എന്ന് പറയുന്നത്. ഇത് ഇടതുപക്ഷം എത്രത്തോളം തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നുള്ളത് വേറൊരു വിഷയമാണ്. എന്തായാലും വി ടി രണദേവിയും രാം മനോഹർ ലോഹിയെ പോലെയുള്ള സോഷ്യലിസ്റ്റുകളും അക്കാര്യം തിരിച്ചറിഞ്ഞിരുന്നു. ഇത് നമ്മളൊക്കെ തിരിച്ചറിയേണ്ടത് ഇന്നത്തെ ഇന്ത്യയുടെ മതരാഷ്ട്രവാദ ഭീഷണികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ മാതൃഭൂമിയുടെ അപകടാവസ്ഥ തരണം ചെയ്യാനും യഥാർത്ഥ മതേതര ജനാധിപത്യ മാനവികതയിൽ ഊന്നിയ പൗരസ്വാതന്ത്ര്യത്തിൻ്റെ ഒരു ഭാരതം നിലനിൽക്കാനും അത്യാവശ്യമാണ്. അതുകൊണ്ട് ആധുനിക ജനാധിപത്യ പൗരന്മാരുടെ ജപമന്ത്രമാണ് അംബേദ്കർ 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 എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അമിത്ഷാമാർക്കും അതിനെ ചോദ്യം ചെയ്യാൻ യാതൊരു അവകാശവുമില്ല